പലപ്പോഴും പലരും പല സാഹചര്യങ്ങളിലും നിങ്ങളോട് വന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കാം, പ്രായത്തിനനുസരിച്ച് നിങ്ങൾക്ക് പക്വത കാണിച്ചുകൂടെ എന്ന്, കുറച്ചുകൂടെ മെച്യൂറായി പെരുമാറൂ എന്നെല്ലാം അവർ പറയുന്നുണ്ടായിരിക്കാം. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ പക്വതയുള്ള വ്യക്തിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ഏജിനനുസരിച്ച്, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പക്വതയുള്ള ഒരു വ്യക്തിയാണോ അല്ലയോ എന്ന് മറ്റുള്ളവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന ഗുണങ്ങൾ നിങ്ങളിലുണ്ടോ എന്ന് പരിശോധിക്കുക. ഒന്നാമതായിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ട് അറിയുകയും അതിനുവേണ്ടി നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കും. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങൾ ഏറ്റെടുക്കും. അത് ഫാമിലീൻ്റെ ആണെങ്കിലും, ഫൈനാൻഷ്യൽ ഗോൾസ് ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ഡ്യൂട്ടീസ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോളുകളാണെങ്കിൽ അത്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരിക്കുകയും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് സക്സസ് ആവണമെങ്കിൽ ഹാർഡ് വർക്കിലൂടെ മാത്രമാണ് സാധിക്കുകയുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ സക്സസ് ആകൂ എന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. മൂന്നാമതായിട്ട്, ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ കൃത്യമായ ധാരണയോടുകൂടി ചിന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും സംസാരിക്കുകയുള്ളൂ. സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെരുമാറാൻ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും. ഒരു സ്റ്റേജിൽ പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പെരുമാറുന്നത്, അല്ല എങ്കിൽ വീട്ടിൽ പെരുമാറുന്നത്. സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെരുമാറാനുള്ള കഴിവുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തെ സമീപിക്കുമ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ച് ധാരണയോടുകൂടെ മാത്രമായിരിക്കും സംസാരിക്കുകയുള്ളൂ. നാലാമതായിട്ട്, നിങ്ങളെപ്പോഴും ചേസ് ചെയ്യുന്നത് നിങ്ങളുടെ ഗോൾസിനായിരിക്കും, നിങ്ങളുടെ ഡ്രീംസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെ എപ്പോഴും ചേസ് ചെയ്തുകൊണ്ടേയിരിക്കില്ല. നിങ്ങളുടെ ഗോളുകൾ നേടിയെടുക്കുന്നതിലായിരിക്കും നിങ്ങളുടെ കൂടുതലായിട്ടുള്ള ഫോക്കസും. അഞ്ചാമതായിട്ട്, നിങ്ങൾ ധാരാളം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ധാരാളം സംസാരിക്കുന്നുവെങ്കിൽ ആ ഒരു കാര്യത്തെ പൂർണ്ണമായും മാറ്റണം. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ പൂർണ്ണമായും കേൾക്കണമെന്ന ആ ഒരു മനോഭാവം ഒഴിവാക്കണം. ആളുകൾ 70% സംസാരിക്കുകയും 20% അവരുടെ പ്രവർത്തികൾ ചെയ്യുകയും 10% മാത്രമാണ് കേൾക്കാൻ തയ്യാറാവുകയുമുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കാൻ കൂടുതലായിട്ട് തയ്യാറാവുക. ആറാമതായിട്ട്, ഒരാളുടെ ജാതിയോ നിറമോ വിദ്യാഭ്യാസ പശ്ചാത്തലമോ മതമോ എന്നിവയുടെ ഒന്നും അടിസ്ഥാനത്തിൽ ഒരാളെയും നോക്കിക്കാണാതെ അയാളോട് സ്നേഹവും കരുണയുമൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ പക്വതയുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഏഴാമതായിട്ട്, ഒരിക്കലും നിങ്ങളെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. അത് നിങ്ങളുടെ സ്കില്ലുകൾ കുറവുണ്ട് എങ്കിൽ പോലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ടാവില്ല. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ അവരവർ എപ്പോഴും ശരിയായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും അവരവരുടെ കാഴ്ചപ്പാടിൽ ശരിയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരും അതേപോലെ വിശ്വസിക്കണമെന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. എട്ടാമതായിട്ട്, മറ്റുള്ള ആളുകൾ നിങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ നോക്കുകയില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കളിയാക്കൽ പോലും നിങ്ങളെ ബാധിക്കുകയില്ല. ഒമ്പതാമതായിട്ട്, നിങ്ങളുടെ ഇമോഷൻ അടിക്കടി മാറുന്നതിനനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല നിങ്ങൾ. നിങ്ങളുടെ മൈൻഡിനെ ഒരാൾക്കും പെട്ടെന്ന് വായിക്കാൻ കിട്ടുകയില്ല.
കാരണം നിങ്ങൾ ഒരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം മറ്റുള്ളവരടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ചെറിയ ചെറിയ സക്സസ്സുകൾ നേടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം മറ്റുള്ള സ്ഥലങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ വലിയൊരു സക്സസ് നേടിക്കഴിയുന്ന സമയത്ത് ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നതാണ്. ഇപ്പോൾ മുതലാണോ നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുന്നത്, അപ്പോൾ മുതൽ നിങ്ങൾ പക്വതയുള്ള ഒരു വ്യക്തിയായിത്തീരും. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ് എങ്കിൽ നിങ്ങളെ അംഗീകരിക്കാത്തതും സ്നേഹിക്കാത്തതുമായ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നതിന് പകരം അതിൽ നിന്നും വളരെ എളുപ്പത്തിൽ നിങ്ങൾ പുറത്തു കടക്കുകയും ചെയ്യും. പക്വത എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴാണ്. അല്ലാതെ വലിയ കാര്യങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ മെച്യൂറായിട്ടുള്ള ഒരു പേഴ്സണായി മാറുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.